സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. നീ വിട്ടെ, കുറെ നേരമല്ലേ എന്നെ വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അറ്റ് ലാസ്റ്റ് ഈ റൂമിൽ വന്ന് നിന്ന് ഞാൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്താ നിനക്ക് ഇത്ര പ്രശ്നം? അല്ല, നീ എന്തിനും ഇങ്ങനെ എത്രാളപ്പെടുന്നേ? കാര്യം പറ. കാണുന്നവർ വിചാരിക്കും ഞാനെന്ത് ചെയ്യുന്നു കൂടെ വേറെ എന്തോ ചെയ്യാനായിട്ട് ഓടിപ്പോവാന്ന്. ഞാനത് തൃശുവായിട്ട് അടുത്ത് വരുമായിരുന്നു, അന്നേരമായിരുന്നു അവന്റെ. എന്താ കാര്യം പറ. ഓ, നിന്റെ ഒരു തൃശു ഞാനിവിടെ മൂട്ടി തീ പിടിച്ച് നിൽക്കുക. നിനക്ക് ഒരെണ്ണം മനസ്സിലാവത്തില്ല. എടാ, ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞില്ലേ അവന്മാരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ഉറപ്പാ ഇത് അവന്മാരെ വിളിച്ചിട്ട് വന്നതാ. എടാ, അവൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, കുഷി ശർമ്മ. അതൊരു 1.5 മുതലാ മോനെ. എനിക്ക് നിക്കക്കള്ളി കാണത്തില്ല ഇനി. അവളാണെങ്കിൽ ഒരു പേര് തേങ്ങ മോങ്ങേ. ഓ, ഞാനിതെങ്ങനെ സഹിക്കും? ഓ എന്റെ പൊന്നു ചെയ്തു, നീ കരഞ്ഞ് ഓവറാക്കാണ്ട് കാര്യം പറ. ഏവള് വന്നു? ഏത് കുഷി ശർമ്മ? ഏത് കസിൻ സിസ്റ്റർ? അവള് വന്നതിനിപ്പോ എന്താ? ആര് വിളിച്ചു വരുത്തിന്ന്? നീ ഇല്ലാ വചനമൊന്നും പറയാതെ അവന്മാര് വിളിച്ചു വരുന്നത് എങ്ങനെയാ? അവന്മാരുന്ന് എന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? പിന്നെ ഇതിപ്പോ ഇവിടെ കേട്ടും പാട്ടോടുത്തോട് പുതിയൊരു അവതാരം. നീ ഇതെന്തോ പറയുന്നത്? അവള് വന്നാൽ തന്നെ ഇപ്പൊ എന്തുവാ? കസിൻ സിസ്റ്റർ അല്ലേ, അല്ലാണ്ട് കാമുകിയൊന്നുമല്ലല്ലോ. അതെ, കാമുകിയല്ല. പക്ഷെ അവളെ ആട്ടിക്കൂട്ടൽ കണ്ട അവളെ കാട്ടിക്കൂട്ടൽ കണ്ട ആരും പറയത്തില്ല കാമുകിയല്ലാന്ന്. നിനക്ക് അറിഞ്ഞൂടാത്തോണ്ട ആ പിശാജ് എന്നൊക്കെ ഈ വീട്ടിൽ കാലെടുത്ത് വയ്ക്കോ അന്നൊക്കെ എൻ്റെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവൾ ഋഷിയുടെ മടിയിൽ നിന്ന് എണീക്കത്തില്ല. ഋഷി എന്നും പറഞ്ഞോണ്ട് ഒലിപ്പിച്ചോണ്ട് പിറകെ നടക്കൂടാ മുസു. നിനക്ക് അറിഞ്ഞൂടാത്തോണ്ട എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടാനാ അവളിപ്പം പ്ലെയിനും പിടിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എങ്ങാനും ഇല്ല, എനിക്ക് ഉറപ്പാ ഇത് ഋഷി മനഃപൂർവ്വം ചെയ്തതാ. ഞാൻ പറഞ്ഞില്ലേ, ആ ചെറുക്കൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവന്മാരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. മിക്കവാറും ഇതായിരിക്കും അവന്മാർ പ്ലാൻ ചെയ്തത്. അയ്യോ, എനിക്ക് വയ്യ. നിനക്കറിയോ, അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങാറ് പോലുമില്ല. അയ്യോ, ഞാൻ എങ്ങനെ ഉറങ്ങും? ആകെപ്പാടുള്ള സമാധാനം തിന്നെ ഉറങ്ങുമായിരുന്നു. അയ്യോ, നിനക്ക് പറഞ്ഞ മനസ്സിലാവൂല. അയ്യോ. ഓക്കെ ഫൈൻ. മോങ്ങാതെ ഞാൻ പറയട്ടെ. നിന്റെ ഒരു ഭീഷണ കോണകത്തിൽ നീ പറയുന്നത് അവളെ ഇവന്മാര് വിളിച്ചു വരുത്തിയെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബാധ്യത താനെ അടിച്ചേറി വന്നതാണ്. ഇനി എന്തോ ആവട്ടെ, ഇവിടെ നീ ഇങ്ങനെ തളർന്നിരിക്കല്ലേ വേണ്ട ചെയ്തു. പകരത്തിന് പകരം നമ്മൾ കുറച്ചുകൂടി ഫ്ലോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം അവരുടെ മുമ്പേ.
നിന്നെ തളർത്താനായിട്ടാണ് അവർ ഇവളെ വിളിച്ചു വരുത്തിയതെങ്കിൽ നീ ഇങ്ങനെ തളരുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണേ. അപ്പൊ നീ തളരരുത്, അതാണ് വേണ്ടത്. ഇനി നിന്റെ മുമ്പിൽ പല പ്രഹസനവും നടക്കാം അവർ വിളിച്ചു വരുത്തിയതാണെങ്കിൽ, അതായത് ഋഷിയുടെ അറിവോടുകൂടി ആണെങ്കിൽ. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് ഋഷി എതിർക്കും. പക്ഷെ ഇനി ആണെങ്കിൽ നീ ശ്രദ്ധിച്ചോ, ഋഷിയും അതിന് വഴങ്ങി നിന്നു കൊടുക്കും. എന്തിനാ? നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും നിന്നെ എങ്ങനെ ശല്യപ്പെടുത്താനും നിന്നെ എങ്ങനെ ഡിസ്റ്റർബ് ആക്കാന്നും വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ കാണിക്കുന്നത്. അന്നേരം നീ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അത്രേ ഉള്ളു വില. അല്ല, മറിച്ച് നീ അതിനെതിരായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മോനെ നീ അവിടെ സ്കോർ ചെയ്തു. പിന്നെ ഋഷിക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും റിലേഷനിലാണെന്ന്. എങ്ങാനും ഇനി ഡൗട്ട് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഡൗട്ട് ഇല്ല, അവൻ നമ്മുടെ റിലേഷൻ സീരിയസ് ആണെന്ന് വിചാരിച്ചിട്ടുമാണ് ഇവളെ കൊണ്ടുവന്നെങ്കിൽ അതെനിക്കൊന്നും പറയാനില്ല. അതൊക്കെ അവന്റെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലും. ഇനി ഇതെല്ലാം അവരെ പ്ലാൻ ആണെങ്കിലും അല്ലെങ്കിലും മുസു, ഞാനങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മനസ്സിൽ പോലും വിചാരിച്ചിട്ടുമില്ല. നീ പറഞ്ഞ പോലെ അങ്ങനെ തോറ്റു കൊടുത്താൽ ഞാൻ വെറും ഉണ്ടാക്കാനായി പോകത്തില്ലേ? എനിക്കറിയാം, നീ പറഞ്ഞതാ ശരി. അവർ 1/2 കിലോമീറ്റർ നടന്നാൽ ഞാൻ 3 കിലോമീറ്റർ നടക്കും. എൻ്റെ അടുത്താണ് കളി. കാണിച്ചു കൊടുക്കാം. അല്ല, നിങ്ങളെന്താ പറയാ ലേറ്റായേ? കുറേ നേരം ആയല്ലോ. ഞാൻ എപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നറിയോ? ആ പിശാചി ഞാനും മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. അവൾ വന്ന് ഇനി എന്നോട് വല്ലതും ചോദിക്കണം, ഞാൻ അവൾ അടിയാവണം. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേറ്റിങ്ങാ. ബെസ്റ്റ്. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ? ഞങ്ങള് ലേറ്റായത് തൃശ്ശൂരില്ലേ, അവന്റെ ബ്രദറും പിന്നെ നിന്റെ ഇരട്ട ഉണ്ടല്ലോ, അതും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഇതിന്റെ എന്തോ സൈൻ ചെയ്യാനായിട്ട് വന്നതാ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാ. പിന്നെ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. നിന്നെ ചോദിച്ചായിരുന്നു നിന്റെ ട്വിൻ ബ്രദർ ആരവ്. അല്ല, ആരവ് അവിടെ ഉണ്ടായിരുന്നു. അവനെന്താ ചോദിച്ചേ? അവൻ ഓക്കെ അല്ലേ? അല്ല അപ്പം ത്രിലോകിൻ്റെ അടുത്ത് ഇകാശ് അടിച്ച കാര്യം പറഞ്ഞോ? എന്നാ മൊത്തം കലിപ്പാവുമല്ലോ. ആ വിഷ്ണുദാസ് വീണ്ടും ഇറങ്ങും പണിയായിട്ട്. പിന്നെ ആ ചെറുക്കനെ വീണ്ടും അവ എടുത്തിട്ടടിക്കും. എനിക്ക് വയ്യ. എന്റെ പൊന്നു ചെയ്തു, ഇതിപ്പോ അവരേക്കാളും ടെൻഷൻ നിനക്കാണല്ലോ. അതൊന്നും അറിഞ്ഞില്ല, തൃശ്ശൂര് പറഞ്ഞില്ലെന്നാ തോന്നുന്നേ. ഏതായാലും ആരുവിന്റെ അടുത്ത് ഋഷി പറഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ അവൻ ത്രിലോകിനോട് പറയാൻ ചാൻസ് ഇല്ല. ഒരു ഇഷ്യൂ ഒഴിവാക്കാനല്ലേ എന്തായാലും നോക്കത്തുള്ളൂ. പക്ഷെ തൃശ്ശൂരത് ത്രിലോകിനോട് പറഞ്ഞില്ല. അതെന്താന്നാ മനസ്സിലാവാത്ത. അതെന്തേലും ആവട്ടെ. പിന്നെന്തായാലും നീ ടെൻഷൻ അടിക്കും പോലെ ഒന്നും നടക്കത്തില്ല. നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? പിന്നെ ആരും എന്താ ചോദിച്ചിരുന്നു? ഒന്നും ചോദിച്ചില്ല. നീ ഹാപ്പിയാണോ? അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അവൻ എന്നോടുള്ള ദേഷ്യം എന്തെങ്കിലും മാറോ എന്നൊക്കെ ഋഷിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നിനക്കേ ഉള്ളൂ അവനോട് ദേഷ്യവും വെറുപ്പും ഒക്കെ. അവന് ഇപ്പോഴും നിന്റെ ജീവനാ. പിന്നെ സഹോദരങ്ങളും സ്നേഹങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുമ്പോഴേ അനുഭവിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഇന്നുള്ളവരൊക്കെ, ഇന്ന് ജീവിച്ചിരിക്കണവരൊക്കെ നാളെ ജീവിച്ചിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ കളഞ്ഞിട്ടേ പോയി സ്നേഹിക്കാൻ നോക്ക്. ആയിക്കോട്ടെ, അതൊക്കെ എനിക്കറിയാം. താങ്ക്സ് ഫോർ ദി ഉപദേശം കേട്ടോ. ഇവിടെ മനുഷ്യൻ എങ്ങനെയെങ്കിലും അവളെ പുകച്ച് പുറത്തടിപ്പിക്കാൻ ആലോചിക്കുമ്പോഴോ. പിന്നെ എനിക്ക് എൻ്റെ അനിയനോട് വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. പെട്ടെന്നൊരു ദിവസം ഉറങ്ങിക്കിടന്നപ്പോൾ അവനെ കാണാതായ എൻ്റെ ദേഷ്യമേ ഉള്ളൂ. ആ ദേഷ്യം മാറാൻ കുറച്ച് സമയമെടുക്കും എന്നും പറഞ്ഞാൽ എനിക്ക് അവന് ഇഷ്ടമല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ആ ദേഷ്യത്തിൻ്റെ പറയിൽ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞാലേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അവനെ വെറുപ്പൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യം അതുകൊണ്ട് പറയരുത്. പക്ഷെ എന്നാലും അവളെ ഞാൻ ഇവിടുന്ന് എങ്ങനെ പുകച്ച് അടുപ്പിക്കും ദൈവമേ. സമാധാനത്തോടെ പോകുന്ന ജീവിതത്തിലോട്ട് കയറുന്ന പെരിച്ചാഴിയാ അവള്. എടാ അനിയന്റെ കാര്യം ഓക്കെ, ഇനി ഞാൻ വാ തുറക്കത്തില്ല. പിന്നെ ഇപ്പൊ കേറി വന്ന എവിടെയെങ്കിലും ഇരിക്കുന്ന വേലിയിലിരിക്കുന്ന പാമ്പിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കാതെ. നിന്റെ കൂടെ ഉള്ളത് മുസാനമീറാണ്, അല്ലാതെ വഴിയെ പോയവന്മാരല്ല. നിനക്ക് ഫുൾ സപ്പോർട്ടിന് എന്ത് കാണിക്കാനും ഞാൻ ഇവിടെ ഉണ്ട്. നമ്മൾ അവരുടെ ഇത് പ്ലാൻ ആണെങ്കിൽ കലക്കി വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കളയും. പോരെ? നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാൻ ഇല്ലേ കൂടെ എന്തിനും ഏതിനും ഫുൾ സപ്പോർട്ടായിട്ട്. അതുകൊണ്ട് പൊന്നുമോ അധികം അത് ആലോചിച്ച് തല പുകയ്ക്കണ്ട കേട്ടാ. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കണം ചെറുക്ക. ഞാനില്ലേ കൂടെ നമ്മൾ പൊളിച്ചടുക്കിയിരിക്കും അവരുടെ പ്ലാൻ എല്ലാം. പോരെ?
എനിവേ ഫസ്റ്റ് തന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡ്യൂഡ്. 2 ദിവസം കഴിഞ്ഞ് നിന്റെ ബർത്ത്ഡേയാ, അത് ഞാൻ മറന്നിട്ടില്ല. നിന്റെ പഴഞ്ചൻ വൺ സൈഡ് കാമുകനെ പോലെ അല്ല നിന്റെ കസിൻ സിസ്റ്റർ, അത് നീ മനസ്സിലാക്കണം. സെക്കൻഡ് വൺ, ഹായ് ഐ എം ഖുഷി ശർമ്മ. നിന്നെ കാണാൻ നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ട് ബേബീസിനെ പോലെ ഉണ്ട്. ഈ പിച്ചാനും മാന്താനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. കുറച്ചുകൂടി കമ്പനി ആവട്ടെ, എന്നിട്ട് ചെയ്തോളാം. പിന്നെ നിന്നെ അപ്പം അമ്മയൊക്കെ ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ പറയാനുള്ള പറഞ്ഞു. ഞാനെന്ത് പറയാനാ, നീ ഭയങ്കരമായിട്ട് വളർന്നുപോയി, സുന്ദരിയായി. പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ കാണുമ്പോലെ അല്ല നേരിട്ട് കാണാൻ. ഇപ്പൊ ആരാലും ഒന്ന് നോക്കൊക്കെ ചെയ്യും. അല്ല, നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോടി? ആഹാ, അന്തസ്സായ ചോദ്യം. ഇനി എനിക്ക് ഇല്ലെങ്കിൽ തന്നെ നീ എന്നെ കെട്ടത്തൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ സിഗ്മയായിട്ട് നടക്കയില്ലേ? പ്രണയിച്ചവരെ കെട്ടാൻ പറ്റാത്തത് കൊണ്ടുള്ള നിരാശ വിഷമത്തില് നിരാശ കാമുകനായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പുതുമഴയായി പാട്ടും പാടി നടക്കാന്ന് ശബ്ദം എടുത്തിരിക്കുകയല്ലേ? അന്നേരം പിന്നെ എന്തിനാ അതറിയുന്നത്? ഏതായാലും തൽക്കാലം നിലവിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇനി നിലവിലൊന്നും സ്വീകരിക്കാനും ഇപ്പോൾ താല്പര്യമില്ല. ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് ആകെയുള്ള ഒരു ബ്രദർ എന്ന നിലയ്ക്ക് നിന്നെ മാത്രമേ അറിയിക്കത്തുള്ളൂ. പോരെ? ഫുൾ സപ്പോർട്ട് അന്നും പ്രതീക്ഷിക്കുന്നു നിന്റെ കയ്യിൽ നിന്നും. അപ്പോൾ എൻ്റെ ടാർഗറ്റിൻ്റെ ഫസ്റ്റ് കണ്ടന്റ് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ കഥ കൂർന്ന് തന്നത് ചൈതുവായിരുന്നു. അവനെ നന്നായി വെറുപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിനകത്തോട്ട് കയറിയത്. ഇനി എന്താണ് പ്ലാൻ എന്ന് പ്ലാനിൻ്റെ ഹെഡായ തൃശ്ശൂർ വിഷ്ണുദാസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. വന്നപ്പോൾ തൊട്ട് വായും തുറന്ന് നിൽക്കുകയാണ്, ഒന്നും മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആക്ച്വലി ഐ എം ഇംപ്രസ്ഡ് യുവർ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ട് ഇത്രയും നേരം നിന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും ഇങ്ങനൊരാളെ തന്നെയാണ്. പിന്നെ പേടിയുണ്ടായിരുന്നു, ഈ വരുന്നത് വല്ല തൊട്ടാവാടി പെണ്ണും ആയിരിക്കുമെന്ന്. ആൻഡ് നൗ ഐ എം സോ ഹാപ്പി ഫോർ യു. എനിക്ക് വേണ്ടത്, അതായത് എൻ്റെ പ്ലാനിൽ ഇവിടെ വേണ്ടത് ഇങ്ങനൊരാൾ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ, ഋഷിയേട്ടാ 2 ദിവസം കഴിഞ്ഞ ഋഷിയുടെ ബർത്ത്ഡേ ആണോ? എന്നിട്ട് എന്താ എന്നോട് പറയാത്തേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിവേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫസ്റ്റ് വിഷ് അല്ല, ഫസ്റ്റ് നിൽക്കുന്ന മൂരാച്ചി തന്നല്ലോ. ആൻഡ് ദിസ് ഈസ് യുവർ സെക്കൻഡ് വിഷ്. പിന്നെ ഗിഫ്റ്റ് ഞാൻ തരാം. പക്ഷേ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണം എല്ലാവരോടും പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഈ ചൈതൂന് ജലസ് കയറ്റി അണ്ണാക്കി കൊടുക്കാനുള്ള കണ്ടന്റുകളും കിട്ടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇൻട്രസ്റ്റിംഗ്. ഐ ഓൾസോ ലൈക്ക് യു മാൻ. നീ ആളൊരു പുലിയാടാ, എനിക്കിഷ്ടപ്പെട്ടു. അത് ശരിയാ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കണ്ടന്റുകൾ കിട്ടും. നമ്മളായിട്ട് ഒപ്പിക്കേണ്ട ആവശ്യമില്ല, കണ്ടന്റുകൾ താനെ വന്ന് വീണോളും. ഗ്രേറ്റ് ഐഡിയ. ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഈ മണ്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഇവൻ്റെ കൂടെ ആരോ ഉണ്ടെന്ന്. പിന്നെ ഞാൻ എടുത്ത് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു നിന്നെപ്പോലൊരു വെള്ളാളി വീരൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോ പ്ലാനൊക്കെ പക്കയാ. എങ്ങനെയോ അവനെ വെറുപ്പിക്കണം. എൻ്റെ പൊന്നു ഋഷി, നീ കൊളവാക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, കൂടെ നിന്ന് തന്നേക്കണം. നീ ഇതെന്തറിഞ്ഞിട്ടാ? പുലിയും ഇല്ലാളി വരുന്നൊന്നുമല്ല, സൈക്കോയാ, എക്സ്ട്രാ ലെവൽ സൈക്കോ. എൻ്റെ അമ്മയെ പറയുന്ന പ്ലാനൊക്കെ കാണണം. ഓ, കൂടെ നിന്ന് വരെയൊക്കെ ചെയ്യാം, പക്ഷെ നീ ഓവർ ആവാതിരുന്നാൽ മതി. ആ ചെറുക്കന് ഭ്രാന്ത് കൂട്ടി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. ആരെങ്കിലും നിൽക്കുവാണോ ആളെ നിൽക്കുവാണെന്ന് നോക്കത്തില്ല. പിന്നെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊക്കെ വേണോ? വെറുതെ ഒരു മുമ്പ് പോയി നിൽക്കാനും കേക്ക് കുറിക്കാനൊന്നും എനിക്ക് വയ്യ. അതിനോടൊന്നും താല്പര്യമില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ കളിച്ച് കളികാരിയാവൂന്ന് എൻ്റെ പേടി. ഓ, എൻ്റെ പൊന്നു ഋഷിയേട്ടാ, ഒന്നും കാര്യമാവത്തില്ല. അവർ കളിക്കുന്നതിനേക്കാളും ഒരു പടി മണ്ടയിലോട്ട് നമ്മൾ കളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, എനിക്കിന്ന് വേറെ പ്ലാനൊക്കെ ഉള്ളതാ. എനിക്ക് ഇവിടെ മാത്രമല്ല കളികളുള്ളത്, അങ്ങ് മേളിലുണ്ട്. എനിക്ക് പണി കൊടുക്കാൻ വേറൊരാളെ കിടക്കുക. ഞാൻ അതാലോചിച്ചോണ്ട് നിൽക്കുക എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന്. ആഹാ, നീ ഇത്രയും നല്ല ഐഡിയ പറഞ്ഞെന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക്, ഐ മീൻ ഈ പൊട്ടനെ ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് നിൻ്റെ കൂടെ ഞങ്ങളും കാണും. നീ പറഞ്ഞോ, നീ എന്ത് ചെയ്യുമ്പോ ആർക്കാ പണി കൊടുക്കാൻ പോന്നെ? ഇനി മേളില് വേറെ കളികൾ ആരോടെയാണെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പ്രോമിസ്. പറ, എന്തേലും ഇൻഫർമേഷൻസ്, ഐ മീൻ ഹെൽപ്പ് അങ്ങനെ വല്ലതും വേണോ? അങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷേ എനിക്ക് കുറച്ച് ധൈര്യം തരാം. ഐ മീൻ എന്നിങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് എക്സെട്ര പറഞ്ഞിങ്ങനെ എന്നെക്കൊണ്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് സ്ട്രെങ്ത് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റും.
നീ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഇനി ഹെൽപ്പല്ല, ഇനി മോട്ടിവേഷണൽ സ്പീച്ച് അല്ല, എന്തായിരുന്നാലും ഞാൻ തരത്തില്ല. ശരിയാ, നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും നീ തന്നെ നിർബന്ധിച്ച് നീ തന്നെ ചെയ്ത ഹെൽപ്പാ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല. പക്ഷെ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അതിന് ഞാൻ കൂട്ടിക്കത്തില്ല. അറ്റ് ലാസ്റ്റ് നീ തല്ലുകൊള്ളുന്ന കണ്ടിട്ട് ഞാൻ തന്നെ വിഷമിക്കേണ്ടി വരും. എനിക്ക് വയ്യ അതിന്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് യാതൊരു സപ്പോർട്ടും പൊന്നുമോ പ്രതീക്ഷിക്കണ്ട. നീ ആരൂനെയും വിളിച്ചുകൊണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ. പിന്നെ ത്രിലോക് അത് പറയുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് സംതൃപ്തിയായി. എൻ്റെ പൊന്നുമോനെ, നീ നോക്കി കണ്ടിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാനായിട്ട്. എന്താ ഐഡിയ തേങ്ങ മാങ്ങാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നീ വിചാരിക്കും പോലെ അല്ല ഈ കാശ്. അവൻ എപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നിനക്ക് പോലും ഊഹിക്കാൻ പറ്റത്തില്ല. ആരും ഇപ്പൊ എന്ത് ഐഡിയ പറഞ്ഞു തന്നാലും നീ അത് അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്ന സമയത്തിന് നിനക്ക് 2 ഗിസ് കിട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ എല്ലാം ആലോചിച്ചിട്ടും കണ്ടിട്ടും വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്, ഓരോ ഓഞ്ഞ ഐഡിയയും കൊണ്ട്, കേട്ടോ? ഓ എൻ്റെ പൊന്നു ഋഷിയേട്ടാ, വെറുപ്പിക്കല്ലേ, ഞാൻ കാല് പിടിക്കും. എൻ്റെ പൊന്നു കുഷി, നീ ഇത് കേൾക്കും. അതെ, എനിക്ക് രാവിലെ തൊട്ട് ജലദോഷ, അഡ്ജസ്റ്റ് ചെയ്യും എല്ലാവരും. കുഷി, അതെ, ഈ ഐഡിയ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അളിയൻ പറഞ്ഞു വെച്ചിട്ട് അങ്ങനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതേ കയറി പിടിച്ച് കളിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്നാണ് എൻ്റെ ഒരു ഊഹം. കുഷി ഒന്ന് കേട്ടിട്ട് പറ. അതെ, ഈ പുള്ളിക്കാരൻ, അതായത് ഇങ്ങേരുടെ അനിയനുണ്ടല്ലോ ഇകാഷ് റായ്ചന്ദ് ചൗധരിയുടെ ആകെപ്പാടെ ഉള്ള വീക്ക്നെസ് എന്ന് പറയുന്നത് പണ്ട് തൊട്ട് കോളേജ് ടൈം തൊട്ടേ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമെന്നാണ് അളിയൻ പറഞ്ഞത്. അയാളെ ആരെങ്കിലും കയറി പ്രപ്പോസ് ചെയ്യുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് നോ പറയാതിരിക്കാൻ പറ്റത്തില്ല. അയാൾ പക്ഷെ പറയും, എല്ലാവരോടും പറഞ്ഞിട്ടേ ഉള്ളൂ, അയാൾ യെസ് പറഞ്ഞിട്ടുള്ള ആരും ഇല്ലെന്നാണ് അളിയൻ പറഞ്ഞത്. അയാൾ പറയും, പക്ഷെ അയാൾ ആ 2-3 ദിവസം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞ നോ കൊണ്ട് എങ്ങനെ ഫീൽ ചെയ്തായിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതൊക്കെ അളിയനോട് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോഴും പുള്ളിക്കാരൻ്റെ ഒരു വീക്ക്നെസ് ആവാനാണ് സാധ്യത. അത് മാറിക്കാണത്തില്ലെന്നാണ് അളിയൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം പുള്ളിക്കാരൻ എന്നെ പിടിച്ച് ഉമ്മിക്കാൻ വരത്തില്ല, എൻ്റെ പിറകെ വരത്തില്ല. എങ്ങാനും പുള്ളിക്കാരൻ ഞാൻ പോയി പ്രപ്പോസ് ചെയ്യുന്ന സമയത്തിന് എന്തായാലും നോ പറയും. ഒന്നാമത്തെ റീസൺ പുള്ളിക്കാരൻ എൻഗേജ്ഡാണ്. 2ാമത്തെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ കണ്ടുകൂടാ. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം നോ പറയുന്ന സ്ഥിതിക്ക് പുള്ളിക്കാരൻ എന്തായാലും സ്വാഭാവികമായി എന്നോട് ചോദിക്കും, ആർ യു സാഡ് എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമെന്നറിയത്തില്ല. സാധാരണ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്നോടായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയില്ല. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സാഡല്ല, ഈ ടോണിൽ ഞാൻ പറയും. അന്നേരം പുള്ളിക്കാരന് മനസ്സിലാവും ഞാൻ സാഡാണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും ഇത്രയും ദിവസം, അയ്യോ അവന് വിഷമമായി കാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ 3 ദിവസം ഞാൻ രക്ഷപ്പെടും. പിന്നെ 3ാമത്തെ ദിവസം വേറെ എന്തെങ്കിലും ഐഡിയ ഞാൻ കണ്ടുപിടിക്കും. ഈ 2-3 ദിവസം ഈ ഋഷിയേട്ടൻ്റെ ഇപ്പോഴല്ലേ അറിഞ്ഞ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ കഴിയുന്നവരെങ്കിലും ഈ ഒരു ഐഡിയ വെച്ച് ഞാനൊന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ. അല്ലെങ്കിൽ തൊട്ടേനും പിടിച്ചേനും ഇപ്പം എന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് തല്ലത്തില്ല. ഇതിനും ഭേദം തല്ലലായിരുന്നു. മനുഷ്യൻ്റെ ചുണ്ടടിച്ച് പറിയേക്കും അങ്ങനെ ജോലി. അത് ശരിയാവത്തില്ല ഋഷിയേട്ടാ, ഞാൻ ഈ ഐഡിയ ഒന്ന് ചെയ്തോട്ടെ, വെറുപ്പിക്കല്ലേ. കുശി, നീ തന്നെ പറ, ഇത് നല്ല ഐഡിയ അല്ലേ? പണ്ടത്തെ ഫാൻ ഫിക്ഷനിലും പിന്നെ ഈ BL ഡ്രാമാസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇമാതിരി പണിഷ്മെന്റ് ഏതായാലും കൊള്ളാം. നല്ല പണിഷ്മെന്റ് ആയിട്ടാ ഋഷി നിന്റെ അനിയൻ്റെത്. നീ ചെയ്യടാ. ഇനി ഇതല്ല, ഇതിന് ഇടിവെട്ട് സാധനം നീ കൊണ്ടുവന്നാലും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആവശ്യമില്ലാതെ കയറി ഉമ്മിക്കാൻ നീ ആര്? അങ്ങേരുടെ ലീഗലി ഹസ്ബൻഡോ? അല്ലല്ലോ. അങ്ങനെ ഇപ്പോഴേ ഒരാളുടെ സമ്മതം അല്ലാതെ ഉമ്മിക്കുന്നതിനെ അങ്ങോട്ട് പണി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഇങ്ങേര് നിന്ന് പലതും പറയും. ദേ ഋഷി, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വേണ്ടാത്തരം പറയാൻ നിൽക്കരുത്. നിന്നെ അവൻ ഹെൽപ്പ് ചെയ്തില്ല ഒന്നുമില്ലെങ്കിലും. അതെ, നീ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, നീ തന്നെ നിർബന്ധിച്ച് നീ തന്നെ ആയിട്ട് ചെയ്യുന്ന ഹെൽപ്പാന്ന്. എങ്ങനെയായിരുന്നാലും ഉപകാരം നിനക്കാ, അത് നീ ആലോചിക്കണം. നീയൊക്കെ ഇനി 2 ഒന്നിച്ചാലോ ഒന്നിച്ചില്ലെങ്കിലും അവൻ കാണിക്കുന്ന കള്ളത്തരാണെന്ന് പുറത്തു വരുമല്ലോ. അപ്പൊ അത് മാത്രം നീ ആലോചിച്ചാൽ മതി. വെറുതെ ചെക്കനെ വർപ്പിക്കാനായിട്ട് നീ ചെയ്യടാ. നിന്റെ കൂടെ കുശി ശർമ്മ ഉണ്ട്, എന്തിനും ഏതിനും. അപ്പോൾ ഒരാളുടെ പെർമിഷൻ കിട്ടി. ഇനി ഋഷിയേട്ടാ എന്തെങ്കിലും ഒന്ന് പറ. ഫൈൻ, ഇപ്പൊ ഞാനെന്താ വേണ്ട, നിങ്ങളുടെ കൂടെ നിൽക്കാം. ഓക്കെ, ഞാൻ നിന്നോളാം. പോരെ?
ഏതായാലും ഖുഷി, ഇറ്റ്സ് എ പ്രസൻറ്റ് സർപ്രൈസ്ഡോ. താനിവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഓഫീസിൽ നിന്ന് വരുമ്പോൾ. ഏതായാലും ഞാൻ നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട്. തൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? ഇനി എന്താ, ഇനി PG എടുക്കണം, ലണ്ടനിൽ എടുക്കണമെന്ന് ആഗ്രഹം. നീ എടുത്ത നിന്റെ സെയിം കോളേജിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് എന്താണോ ഒഴുക്കിനെത്തങ്ങ് നീന്തും, അല്ലാണ്ടെന്താ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഏതായാലും എന്തോ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ടാ പെട്ടെന്ന് വന്നത്. ഞാൻ വരുന്ന കാര്യം ഋഷി പോലും അറിഞ്ഞില്ല. അവൻ തന്നെ സർപ്രൈസ്ഡായിപ്പോയി അല്ല ഋഷി? ഞാൻ പോലും അറിഞ്ഞില്ല, എവളൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ല. എനിവേ ഐ എം സോ ഹാപ്പി. ഇപ്പോൾ വന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ കാണാൻ ഓടി വരുമെങ്കിലും ഇപ്പൊ ഇത് ഒരു ലോങ് ബ്രേക്കിന് ശേഷം ആദ്യമായിട്ടല്ലേ. ഐ എം സോ മിസ്ഡ് യു ഖുഷി. ഞാൻ പറഞ്ഞില്ലേ പൊട്ടൻ അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന് തൃശു. കണ്ടാ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഡയലോഗ് പറയുന്നത്. നീ കണ്ടോ? വാട്ട് ദ ഹെൽ? ഞങ്ങളോട് ഇവിടെ അനാശാസ്യം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? മിസ് യു ടു ഖുഷി, മിസ് യു ടു ഋഷി, സ്വീറ്റ്. ഇതൊന്നും അനാശാസ്യമല്ലേ? അനാശാസ്യം പാടില്ല എന്ന് ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും പാടില്ല. ഹലോ എക്സ്ക്യൂസ് മീ. അനാശാസ്യം പാടില്ല എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നീയൊക്കെ രണ്ടും കൂടെ ഉമ്മിക്കാൻ പോയിട്ടും റൊമാൻസ് കളിച്ചിട്ടുമാണ്. അല്ലാണ്ട് മിസ് യു 2 മിസ് യു 3 എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയുന്ന അത് അനാശാസ്യമല്ല. ഈ മിസ് യു 2 മിസ് യു 3യും ഐ ലവ് യു 2 ഒക്കെ എല്ലാ റിലേഷനിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. വെള്ളിയാഴ്ച ഇല്ലാതെ നടക്കുന്ന ഓരോരുത്തർക്ക് എങ്ങനെ മനസ്സിലാവാനാ? വാട്ട് ദ ഹെൽ? ആർക്കാടോ വെള്ളിയാഴ്ച ഇല്ലാത്ത? ആർക്കാ? തൊന്നക്കാലും എനിക്കുണ്ട്. പിന്നെ തനിക്കതൊട്ടുമില്ല എന്ന് ഓൾമോസ്റ്റ് എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ അനാശാസ്യം കാണിച്ചിട്ടില്ല. ഓ, പിന്നെ അന്ന് എന്താണാവോ രണ്ടുപേരും കൂടെ നിന്ന് കാണിച്ചത്? ഓ ഋഷി, why are you behaving like him? അവനെ പോലെ എന്തിനാ കാണിക്കുന്നത്? അവനെ പോലെ എന്തിനാ ബിഹേവ് ചെയ്യുന്നത്? ഭയങ്കര റൂഡായിട്ട്. അനാശാസ്യം കാണിച്ചെങ്കിൽ തന്നെ കാണിച്ചോട്ടെ, വൈ നോട്ട്? ഇനിയിപ്പം നമുക്കും കാണിക്കാമല്ലോ. അപ്പൊ പിന്നെ അവൻ ചോദിക്കാൻ വരത്തില്ലല്ലോ. ഹൗ ഇസ് മൈ ഐഡിയ? ഓ ഹൗ സ്വീറ്റ്. എടി കുതിരെ, അത് നിന്റെ തോന്നല. ഇവിടെ അനാശാസ്യം വേണ്ടാന്ന് ഋഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കാണിക്കത്തില്ല. അത്ര തന്നെ. നീയും കാണിക്കത്തില്ല, ഞാനും കാണിക്കത്തില്ല, ഋഷിയും കാണിക്കത്തില്ല, മുസാനും കാണിക്കത്തില്ല. പിന്നെതാ എവരും കാണിക്കത്തില്ല അല്ലേ? ഞാൻ അനാശാസ്യം കാണിച്ചിട്ടില്ല. ഓ ഷട്ടപ്പ് ഗൈസ്. നീ ഇവിടെ കാണിച്ചതാണെങ്കിൽ പറഞ്ഞോ? മിണ്ടാ നിൽക്കടാ. വെറുതെ അടിയുണ്ടാക്കാതെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഒന്ന് അടിയുണ്ടാക്കി തമ്മിത്തല്ലാതെ. അനാശാസ്യം. ഖുഷിക്ക് വേണ്ടി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഖുഷി അങ്ങോട്ട് ചെന്ന് കിടന്നോ. ഫുഡ് കഴിച്ചില്ലേ? ബാക്കി എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. നീ പെട്ടെന്ന് റൂമിൽ വന്നോണം. ഇവിടെ കറങ്ങി തിരിഞ്ഞ് കഥയും പറഞ്ഞ് നോവലും എഴുതിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കയറ്റത്തില്ല. എപ്പോഴും പറയുമ്പോൾ ആയിരിക്കത്തില്ല, വെളിയിൽ തന്നെ കിടത്തും. പറഞ്ഞില്ല എന്നുവേണ്ട. പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് എഴുന്നള്ളാൻ പറ്റുമെങ്കിൽ എഴുന്നള്ളണം. ഓ, പിടിച്ചു വെച്ച് ഉമ്മിക്കാനല്ലേ? എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നോളാം. ഇക്കാശ് പോയി കിടന്നോ. ഞാൻ വന്നോളാവേ. വന്നിട്ട് ഞാൻ വിളിക്കും. എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. ഇവനെന്താ എന്നോട് പറയാനുള്ളത്? എന്തേലോട്ടെ. നീ വരാൻ നോക്ക്. പറയുമ്പോലെ ഇവ എന്തോ ഇക്കാശിനിട്ട് പണിയാൻ പോവാന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരിക്കും? ഓ, ഇനിയിപ്പോൾ പബ്ബിലെ കാര്യം തിരക്കണമല്ലോ. അവന് വാക്കും കൊടുത്തതാ. അത് തിരക്കി കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് അവനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്. ഞാനിങ്ങനെയൊന്നും ശരിയാവത്തില്ല. ഞാൻ വന്ന ജോലി കൃത്യമായിട്ട് ചെയ്യണം. അതിന് എന്ത് വന്നിട്ടായാലും ഞാനിങ്ങനെ നിൽക്കി അവിടെ കയറി ഈ കുതിരപ്പെണ്ണും ഋഷിയൊക്കെ സ്കോർ ചെയ്യും. പാവ എൻ്റെ ചൈതു. അവന് വിഷമാവും. ഒന്നുമില്ലെങ്കിലും അവന് ഞാൻ വാക്ക് കൊടുത്തല്ലേ. യെസ്, ഓഫ് കോഴ്സ്. ചൈതു ബേബി, എന്ന് നമുക്ക് പോയി കിടന്നാലോ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ബേബി ഉറങ്ങാതിരുന്ന ബേബിയുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും. വന്നു കഴിഞ്ഞാൽ ബേബിയുടെ ബ്യൂട്ടിയൊക്കെ പോവും. അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ബൈ ഡാർലിംഗ്, ഞാൻ കൊണ്ട് കിടത്താം. ഓ, ഇവനെ ഞാൻ ആറാമൈതേ എടുത്തോണ്ട് പോയിട്ടേ റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് താരാട്ടും പാടി നീ നിന്റെ അമ്മിഞ്ഞ പാലോട് അവന് കൊടുക്ക്. അതിന്റെ റോഡല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. വേറെല്ലാം തികഞ്ഞല്ലോ. അതിന് പോലും എനിക്ക് കുറവില്ല.
ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ ബേബി? നീ ബാ ബേബി. ആൻഡ് വൺ മോർ തിങ്, താങ്ക് യു ഫോർ ദി ന്യൂ ഐഡിയ. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയി അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന ഐഡിയ, ഇറ്റ്സ് എ ബെസ്റ്റ് ഐഡിയ ഫോർ എവർ. ഓഫ് കോഴ്സ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ലായിരുന്നു. യാ, ഇന്ന് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. കം ഓൺ ഡാർലിംഗ്. ഓ ഷിറ്റ്, എൻ്റെ മുസാനെ നീ മുത്താടാ മുത്ത്. ഇങ്ങനെ ഉരുവണം. കുതിരപ്പാവം പിടിച്ചോണ്ട് നിൽക്കുക. ആ വരുവാ സ്വീറ്റ് ഹാർട്ട്, ഐ എം കമ്മിങ് ബേബി. ഓ ഡാ മോശം. ഗൈസ്, ആക്ച്വലി പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, നിങ്ങൾ കുറച്ചുകൂടി ഫ്ലേട്ടിങ്ങിൽ ഇമ്പ്രൂവ് ആവാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ഇതിപ്പോൾ അവരെ തളർത്താൻ നിന്നിട്ട് അവർ നിങ്ങളെ തളർത്തുന്ന രീതിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഋഷിയേട്ടൻ എന്തിനാ നമ്മളിപ്പോൾ ഖുഷി ശർമ്മ ഇവിടെ വിളിച്ചു വരുത്തിയത് അറിയാലോ? അബോധം ഖുഷി ശർമ്മയ്ക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതെ, കുറച്ച് അടുത്തൊക്കെ നിന്ന് ഫുഡൊക്കെ വാരിക്കൊടുത്ത് മടിയിലൊക്കെ ഖുഷി ശർമ്മയെ പിടിച്ചിരുത്തി. അനിയത്തിയല്ലേ, ആ ഒരു മൈൻഡ് ഋഷിയേട്ടനുണ്ടായിരുന്നാൽ മതിയല്ലോ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്ത് കയ്യിലൊക്കെ ഒരു കിസ്സൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബെറ്ററായിട്ട് കാണിക്കുക. അല്ലാണ്ട് ഈ ഭയങ്കര പിള്ളേരെ പോലെ വാ കൊണ്ട് മാത്രം പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അവർ കണ്ടോ കാണിക്കുന്നത്? ഫ്ലോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അവർ സ്കോർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഐ നോ ദാറ്റ്. ആക്ച്വലി നീ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവരൊന്ന് എക്സാമിൻ ചെയ്യുമായിരുന്നു, അവരുടെ മെത്തേഡ് എങ്ങനെയാ, ഇനി അവർ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. ഓഫ് കോഴ്സ് ഒരു കാര്യം ഉറപ്പാ, അവർ ഡ്യൂപ്ലിക്കേറ്റാ, അവരഭിനയിക്കുന്നതാ. അത് അവരുടെ കണ്ണുകളിൽ തന്നെ കാണാമായിരുന്നു. ആൻഡ് ഇനി നാളെ തൊട്ട് നമ്മളിവിടെ തകർക്കും. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാ എനിക്കും വാശിയാ. നീ അണഞ്ഞിരിക്കുന്ന ഋഷിയേട്ടനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? എനിക്കും അറിയാം ഫ്ലേർട്ട് ചെയ്യാൻ, അല്ലാതെ ആ കോഴിക്കുഞ്ഞിനെ മാത്രമല്ല. നാളെ നേരെ ഒന്ന് എടുത്തോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എങ്ങനെയാ ഫ്ലേർട്ട് ചെയ്യണ്ടേന്ന് അവന്. ഓ ഗോഡ്, ദാറ്റ്സ് ദ സ്പിരിറ്റ് മാൻ. എനിക്ക് ഇങ്ങനത്തെ ഋഷിയേട്ടനെ വേണ്ടത്, അല്ലാണ്ട് ആ മറ്റേ പഴം വിഴുങ്ങിയ ഋഷിയേട്ടനെ അല്ല. പക്ഷെ നാളെ നമുക്ക് വേറൊരു മെയിൻ കണ്ടന്റ് ഇവിടെ അവതരിപ്പിക്കണം, ഋഷിയേട്ടൻ്റെ ബർത്ത്ഡേ പാർട്ടി. ഋഷിയേട്ടൻ പൊതുവെ ഈ ബർത്ത്ഡേ ഒന്നും പാർട്ടിയായിട്ട് ആഘോഷിക്കാത്ത ഒരാളാണെന്ന് ഋഷിയേട്ടൻ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവരായിട്ട് ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല. മേ ബി ഋഷിയേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഋഷിയേട്ടൻ ഇത് അങ്ങോട്ട് ആവശ്യപ്പെടണം. ഋഷിയേട്ടൻ്റെ 34ാമത്തെ ബർത്ത്ഡേ അല്ലേ? ഓഫ് കോഴ്സ് ഋഷിയേട്ടൻ പറയണം, എൻ്റെ 34th ബർത്ത്ഡേ ആണ്, എനിക്കിത് ആഘോഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നാളെ ഋഷിയേട്ടൻ ഇത് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് ഋഷിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഇക്കാഷ്, അവൻ ഈ ബ്രദേഴ്സിനോടൊക്കെ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ ഋഷിയേട്ടൻ പറയുമ്പോൾ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് ഇക്കാഷ് പറയും. അതുകൊണ്ട് ആ പ്ലാൻ വളരെയധികം സിമ്പിളാണ്. പിന്നെ നിങ്ങളുടെ അപ്പ ഇല്ലാത്തതാണ് ഒരു സീൻ. അതുകൊണ്ട് മേ ബി സമ്മതിക്കോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. ആക്ച്വലി അപ്പയില്ലാത്തതൊരു വിഷയമല്ല. അപ്പയില്ലാത്ത ടൈമിൽ ഞങ്ങൾ ചൈതുവിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ തന്നെ ആഘോഷിക്കണമെന്ന് പറയുന്നതാണ് സീന്. കാരണം അവന്മാരെന്നെ എന്തെങ്കിലും സംശയത്തിൻ്റെ കണ്ണിലായിരിക്കും അപ്പോൾ കാണുന്നത്. ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ബിഹേവ് ചെയ്തിട്ടോ ഇല്ല. പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ആർക്കാലും ചെറിയ സംശയം തോന്നും. വെറുതെ എന്തിനാ ഞാനായിട്ടൊരു മാറ്റം, ഐ മീൻ ഞാനായിട്ടൊരു കെണി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അത് വേണോ? തൃശ്ശൂർ പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കുമല്ലോ. ഇവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എൻ്റെ പൊന്ന് ഋഷിയേട്ടാ, നടക്കുന്ന കാര്യമെല്ലാം പറ. ഞാനിവിടുത്തെ വേറൊരു സെർവൻ്റ് അവരുടെ കണ്ണിൽ. അതുകൊണ്ട് അത് നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ഇനി എങ്ങാനും ഖുഷി പറയാമെന്ന് വിചാരിച്ചാൽ ഖുഷീനെ ചൈതുവിന് കണ്ണെടുത്താൽ കണ്ടുവിടാം. അന്നേരം ഖുഷി പറയുന്ന എന്ത് കാര്യമായാലും ഇനി ചൈതുവേട്ടൻ എതിർക്കാനാ ചാൻസ് കൂടുതൽ. അത് ഉറപ്പാണ്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വെച്ച് കണ്ണും പൂട്ടി എതിർക്കും. അതുകൊണ്ട് തന്നെ ചൈതുവേട്ടനും ഇക്കാശും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കാൻ പോകില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഋഷിയേട്ടനാണ് പറയുന്നതെങ്കിൽ എല്ലാവരും ഋഷിയേട്ടനെ അനുകൂലിച്ചേ നിൽക്കത്തുള്ളൂ, ഈ പറയുന്ന ഞങ്ങളും. അപ്പം മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ സകലരും ഋഷിയേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നേ പറയത്തുള്ളൂ. സോ ആഘോഷിക്കും. ഇല്ല ഞാനോ അല്ലെങ്കിൽ ഖുഷിയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ കട്ടയ്ക്ക് പാളിപ്പോവും. അതുകൊണ്ട് എൻ്റെ പൊന്ന് ഋഷിയേട്ട, മണ്ടത്തരം എടുത്ത് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നിൽക്കാണ്ട് നിങ്ങൾ എന്നെ നാളെ ഇത് പ്രസൻറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയാൽ മാത്രമേ നമ്മുടെ പ്ലാനിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഫ്ലോപ്പായി പോവേ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. വേറൊന്നും അല്ല, അങ്ങനെ ഒരു സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഗസ്റ്റ് വരും. ഇല്ലെങ്കിൽ തന്നെ നമ്മളകത്ത് ഇത്രയും പേരുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ജലസും കുറച്ച് മിക്സഡ് മസാലയൊക്കെ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിടക്കും.
അതോടുകൂടി എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യും. നിങ്ങൾ ഒന്നിക്കോ പിരിയോ അതൊന്നും അറിയണ്ട. അവരുടേത് വെറും ഡ്രാമയാണെന്നുള്ള കാര്യം പുറത്താവും. ഉറപ്പാ. എന്റെ പൊന്നോ, ഇതിന്റെ സ്വിച്ച് എവിടെയാടാ ഋഷി? എടാ നീ വാതിലൊന്ന് അടയ്ക്കത്തേ ഇല്ലേ? എന്റെ അമ്മ നിനക്ക് വായം കഴിക്കുന്നില്ലേ? എങ്ങനെ സാധിക്കുന്നടാ പോയത്? ബെസ്റ്റ്. നീ ഇത് കണ്ടിട്ടാ ഞെട്ടിയേ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതിനും വലുത് ഞാൻ ഇവിടെ പുരാണങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിന് സ്വിച്ച് ഒന്നും ഇല്ല. ഇതിനു വേണ്ടി സ്വിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, കണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇഗാഷ് വിചാരിക്കണം. ഇവൻ ഈ കിസ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, ഇവന്റെ ഈ വാ കാരണമാണ് അവനെ പിടിച്ച് കിസ് ചെയ്തത്. അല്ലാതെ വെറുതെ ഒന്നും അല്ല. അവനെ കുറ്റം പറയാനും പറ്റൂല. ഇങ്ങനെ തുറന്നാ അടയ്ക്കാത്ത വായും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്കാ പിടിച്ച് കിസ് ചെയ്യാൻ തോന്നാത്തത്? അവൻ അടപ്പിക്കാൻ വേണ്ടി കിസ് ചെയ്തതാ. എന്നിട്ട് കുറ്റം മുഴുവൻ എൻ്റെ അനിയനും. പിന്നെ നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം, ഫംഗ്ഷൻ നടന്ന. പക്ഷെ ഞാൻ തന്നെ പറയണോല്ലോ എന്ന് ആലോചിക്കുമ്പോഴും ഒരു ചളിപ്പ്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആവും. അതുകൊണ്ട് അവര് നടത്തി തരാനാണ് സാധ്യത കൂടുതൽ. പറയാല്ലേ? എൻ്റെ പൊന്നു ഋഷിയേട്ടാ, പറയാല്ലേ അല്ല, നമ്മൾ പറഞ്ഞിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞിരിക്കും. ഓക്കെ ഫൈൻ. നമ്മുടെ പ്ലാനൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്ലാൻ. ഇനി ഇതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഹോളിലും കിച്ചണിലൊന്നും നിന്ന് സംസാരിക്കാനോ പ്ലാൻ ചെയ്യാനോ അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. എവിടെ ആ ചായത് കുരുട്ടടക്കം വന്നിന്ന് ഒളിച്ചെന്ന് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവൻ നിന്നാൽ പോലും കാണാൻ പറ്റത്തില്ല. ഇത്തിപ്പൂരേ ഉള്ളൂ. വെറുതെ പ്ലാൻ എല്ലാം അറിയിച്ചു കൊടുത്ത് പണിയായിരുന്നു വാങ്ങി വെക്കണ്ട. എന്നേലും ഒരു ചെറിയ തുമ്പ് കിട്ടാൻ വേണ്ടി അവൻ അല്ലെങ്കിൽ ഇരിക്കുന്നത്. അത് ഓർത്താ നല്ലത്. അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്കുള്ള പണി നമ്മൾ തന്നെ ഇരുന്ന് വാങ്ങാണ്ട് എവിടെയെങ്കിലും റൂമിലോ മറ്റോ നിന്ന് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇത് ഇവിടെ ക്യാൻസൽ ചെയ്തോ. ഈ പ്ലാനിങ് ഇവിടെ നിർത്തിക്കോ, ആരും കേൾക്കണ്ട. പിന്നെ നിനക്കെന്തോ ബ്രഹ്മാണ്ട പ്ലാനിങ്ങും പ്രപ്പോസലൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? നിന്നെ വിളിച്ചിട്ടല്ലേ പോയിക്കുന്നവൻ. അവൻ ഇനി എന്ത് പറയാനാണാവോ വിളിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും നിന്റെ പ്ലാൻ നിവൃത്തിക്ക് ചെയ്യാൻ നോക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിന്റെ കൂടെ എല്ലാത്തിനും ഈ ഖുഷിയുണ്ട്. പ്രോമിസ്. ഐ നോ ഖുഷി ശർമ്മ. എനിക്കൊരു അനിയത്തിയോ ചേച്ചിയോ ഇല്ലാത്തതിൻ്റെ വിഷമം നീ വന്നപ്പോഴാണ് എനിക്ക് മാറിയത്. യു നോ, ഐ എം സോ ഹാപ്പി ഫോർ യു. നീ എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പ്ലാൻ ഞാൻ നടപ്പിലാക്കും. എന്നിട്ട് സമാധാനമായിട്ട് ഹാപ്പിയായിട്ട് എനിക്ക് ഋഷിയായിട്ട് എൻ്റെ ബർത്ത്ഡേ അടിച്ച് പൊളിക്കണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്ലാൻ നമ്മൾ നടപ്പിലാക്കും. എങ്ങനെയുണ്ട്? ഫസ്റ്റ് എൻ്റെ തലവേദനയെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി കിടിലായിട്ട് സെറ്റാക്കാനായിട്ട്. ഞങ്ങളുടെ പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞ പോലെ ആദ്യം നീ പ്ലാൻ ചെയ്തത് എങ്ങനെയെങ്കിലും പോയി സെറ്റാക്കാൻ നോക്കും. നല്ലപോലെ നടന്നാൽ മതിയായിരുന്നു. തല്ലും കൊണ്ടിട്ട് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ പൊന്നുമോൻ. എൻ്റെ പ്ലാനിനേക്കാളും ഇപ്പോഴത്തെ പേടി ഇവൻ്റെ പ്ലാനാ. ദൈവമേ, എന്താവോ എന്തോ. വന്നോ ഈ വീട്ടിലെല്ലാവരെയും അരിമക്കൂടാം. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. നീ ഈ വീട്ടിൽ വെറും സെർവൻ്റാ. ആ ഒരു രീതിക്ക് നിൽക്കണമെന്ന്. എന്നിട്ടിപ്പം നീ ഇവിടുത്തെ രാജാവും ബാക്കിയുള്ളവർ ഇവിടുത്തെ അടിമേളം പോലെയാണ് നിൻ്റെ പ്രവൃത്തിയൊക്കെ. അത് പോട്ടെ, അത് ഞാൻ നിനക്ക് മാറ്റി തന്നോളാം. നിനക്ക് ഞാൻ ഇന്ന് പണിഷ്മെൻറ്റ് തന്ന കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ? അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ ആയിരുന്നല്ലോ ചുറ്റിപ്പറ്റി. നിൻ്റെ ഒരു സ്വഭാവം വെച്ച് കീറിയ വായാണല്ലോ, എല്ലാം വിളിച്ച് പറയും. അതുകൊണ്ട് ചോദിച്ചതാ. ആരെങ്കിലും പറഞ്ഞോടാ? എൻ്റെ ദൈവമേ, മുരടൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും? ഞാൻ ആരടുത്തും പറഞ്ഞൊന്നുമില്ല. അല്ല, നീയല്ലേ ആള്. ഇനി എങ്ങാനും പറഞ്ഞോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടല്ലോ. വേണ്ടി വന്നാൽ പറയില്ലെന്ന് നീ കള്ളവും പറയും. ലോകത്ത് ആരെ വിശ്വസിച്ചാലും നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ. ഞാനിന്ന് ഓഫീസിൽ നിന്നപ്പോഴൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, നീ എങ്ങാനും ഇനി ആരെങ്കിലും പറഞ്ഞാലോ എന്ന്. അല്ല, പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്ക് തന്നെ നാണക്കേട്. അല്ല, പണിഷ്മെൻ്റ് ആണെങ്കിലും നീയാണല്ലോ ഇങ്ങോട്ട് വച്ചത്. സോ അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അതെന്തേലും ആവട്ടെ, ലീവ് ഇറ്റ്. ഇനി നീ ഇതാരോടെങ്കിലും പറയാനാണ് ഉദ്ദേശമെങ്കിൽ അന്നേരം അറിയും നീ വികാഷ് റായ്ചന്ദ് ചൗധരി ആരാന്ന്. കേട്ടോ? ഇനിയിപ്പോൾ കിടക്കുവോ ഫ്രഷ് ആവോ എന്ത് തേങ്ങാന്ന് വെച്ച് ചെയ്തോ. ഇത് പറയാനാ നിന്നോട് റൂമിനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. ശരി എന്നാ. ഇക്കാശിന് ജലദോഷമാണോ? അല്ല, ഞാൻ മുമ്പേ മുൻകൂർ ജാമ്യം എടുത്തായിരുന്നു.
എനിക്കും രാവിലെ തൊട്ട് ജലദോഷ. എന്താ എനിക്ക് ജലദോഷമാണെങ്കിൽ നീ മാറ്റിത്തരുമോ? ഇല്ലല്ലോ. കുളിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്കണം ചെറുക്ക. അവൻ്റെ ഇകാശ് പോവല്ലേ? അത് ഞാൻ ഉറങ്ങാം. അതിനു മുമ്പേ എനിക്ക് ഇകാശിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആക്ച്വലി ഇകാശ് എപ്പോഴാ എങ്ങനെയാ എന്നാ എവിടെ വച്ചാ ഒന്നൊന്നും എനിക്കറിയില്ല. ഇകാശ് ഐ ലവ് യു. എന്തോന്ന്? നീ ഇപ്പം എന്തോ പറഞ്ഞേ? കേട്ടില്ലേ? ഇകാശ് ഐ ലവ് യു എന്ന്. എനിക്ക് ഇകാശിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇകാശ് ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. എപ്പോഴാ എങ്ങനെയാ എവിടെ വെച്ചാൽ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഐ ട്രൂലി മാഡ്ലി ലവ് യു. എന്നെ കിസ് അടിക്കുമ്പോഴൊക്കെ ആക്ച്വലി ഞാനത് ആസ്വദിക്കായിരുന്നു. ആൻഡ് ഫൈനലി ഐ കൺഫേം ഇറ്റ്, ഐ ലവ് യു. എനിക്ക് ഇകാശിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ നിന്നത്, അല്ലാതെ പേടിയുണ്ടല്ലായിരുന്നു. എന്ത് ചെയ്യാനാ ഇകാശ്, ഞാൻ നിന്നെ സ്നേഹിച്ചു പോയില്ലേ. ആൻഡ് ഐ ലവ് യു ഇകാശ്, ഐ ലവ് യു സോ മച്ച്. ഇകാശിന് എന്നെ ഇഷ്ടമല്ലേ? എന്തിഷ്ടം? ആർക്കിഷ്ടം? നിനക്ക് വട്ടാടാ ഇറക്ക. എനിക്കങ്ങനെയൊന്നുമില്ല. നീ പോയേ. നിനക്കൊരു കാര്യം അറിയോ? ഐ എം എൻഗേജ്ഡ്. അപ്പോഴാണ് ഞാൻ നിന്നെ പ്രേമിക്കാൻ പോകുന്നത്. ആക്ച്വലി ഐ എം സോറി നിന്നെ റിജക്റ്റ് ചെയ്യുന്നതിന്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാ. ഐ തിങ്ക് നിനക്കത് അറിയത്തില്ല. ഓ ഐ സി. എന്നാൽ യു തിങ്ക് ചെയ്തത് തെറ്റാ. ആക്ച്വലി ഐ നോ ദാറ്റ്. എനിക്കറിയാം ഇക്കാശിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു എന്നും സാര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂടെ കഴിഞ്ഞെന്നൊക്കെ. സോ വാട്ട്, എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞോളൂ, കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ ഇക്കാശ്? അതുകൊണ്ട് നീ അത് ബോധര വേണ്ട. ഇനി എന്തൊക്കെ കഴിഞ്ഞാലും ഐ ലവ് യു. എനിക്ക് ഇക്കാശിന് ഇഷ്ടമാണ്. നിനക്ക് നല്ല ചാട്ടവാറിൻ്റെ അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമായത് കേട്ടോ. ഏത് നേരത്താണോ പണിഷ്മെൻ്റായിട്ട് കിസ് കൊടുക്കാൻ തോന്നിയത്? ഇവനെന്നെ ഇഷ്ടമായിരുന്ന. നീ പോയി കിടന്ന് ഫ്രഷായിട്ട് ഉറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ. അവൻ്റെ ഐ ലവ് യു. ഫൈൻ, ആയിക്കോട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നോട് എന്ത് പറഞ്ഞാലും കേൾക്കണമെന്നാ എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ ഇക്കാശ് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ഞാൻ ഉറങ്ങിക്കോളാം. എനിവേ ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാശ് എന്നെ സ്നേഹിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്നോട് എസ് പറയണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഇക്കാശ് സാറെ തന്നെ സ്നേഹിച്ചോ, സാറെ തന്നെ കെട്ടിക്കോ. ഇനി എന്തൊക്കെ വന്നാലും ഐ ലവ് യു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബൈ. ഡാ, അവനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇത് എനിക്കിട്ട് പണിയുന്നതാണോ? എന്നോടാ ധൈര്യമൊന്നും കണ്ടില്ല. ഐ ലവ് യു എന്ന് ഞാൻ എൻഗേജ്ഡാന്ന് പറഞ്ഞപ്പോൾ സോ വാട്ട് ഐ ലവ് യു എന്ന്. ഈ ചെറുക്കന് ഇനി ലണ്ടനിലൊക്കെ വളർന്ന് തലയ്ക്ക് വല്ല അടി കിട്ടിയോണ്ടായിരിക്കുമോ അവിടെ ഉള്ളവരെ പോലെ? അയ്യേ, ഓ എന്തിനോ ദൈവമേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ഞാനിതൊക്കെ ആരോട് പോയി പറയും? അവനെന്നോട് പ്രേമമാണ് പോലും. ഓ എന്തായാലും മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി കിടന്നുറങ്ങുന്നതാണ് നല്ലത്. ഞാനവനെ റിജക്റ്റ് ചെയ്തത് അവന് വിഷമായി കാണും, ഉറപ്പാ. വിഷമായാലും ഇല്ലെങ്കിലും അവനോട് കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നല്ലത്. ഏത് നേരത്താണാവോ അവനൊക്കെ ഉമ്മിക്കാൻ തോന്നി, അതാ ചെറുക്കൻ ഇങ്ങനെയൊക്കെ തോന്നിയത്. ഒന്നും വേണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ കിസ് ചെയ്യാൻ തോന്നി, കിസ് ചെയ്തു. ഇന്ന് രാവിലെ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ കിസ് പണിഷ്മെൻ്റായിട്ട് തരിപ്പിക്കാൻ തോന്നി, തരിപ്പിച്ചു. എന്ന് വെച്ച് ഇവനിങ്ങനെ പ്രേമമൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ച. അല്ലേലും കൊച്ചുള്ളവരോട് കളിക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ കളിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ. തലവേദനയാവും. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ.
കുറച്ച് മുന്നേ കൂടെ അവൻ എന്നെ വിളിച്ചിട്ടാ റൂമിലോട്ട് പോവാന്നും പറഞ്ഞോണ്ട് പോയത്. എടാ, അവ ഇവിടത്തെക്കാളും സേഫാടാ അവിടെ. അതെന്റെ റോയിയുടെ വീടാ. പിന്നെ കൂടെ ഉള്ളത് എന്റെ റോയിയുടെ മക്കള്. എന്റെ പൊന്നു മോനെ, നീ ഈ കിടന്ന് ടെൻഷൻ അടിച്ചതിനൊക്കെ വല്ല അർത്ഥം ഉണ്ടായോ ഇപ്പോ? ഇല്ലല്ലോ. എന്തോ ഇത്തിപ്പൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് വല്ല എന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഏതായാലും നീ നിന്റെ തന്തയുടെ മോൻ തന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ എന്തായി? അവ അവിടെ സേഫ് അല്ലേ? ഇന്ന് നീ ഓഫീസിൽ വരാതെ ഓഫനേജിൽ പോയോണ്ട് അവനെ കാണാൻ പറ്റിയില്ലേ? ആ, അതെന്നെ ഭാഗ്യം. മര്യാദയ്ക്ക് ഞാൻ തന്നെ ഓഫനേജിൽ പോയാൽ മതിയായിരുന്നു. എന്റെ ചെറുക്കനെ കാണാമായിരുന്നു. ഈ കാലമാടനെ എന്നെ കാണിച്ചു കൊടുത്തല്ലോ ദൈവമേ. ഇപ്പൊ ടെൻഷൻ അടിച്ചതൊക്കെ മിച്ചം. നിനക്കുണ്ടല്ലോ നല്ല തല്ലിന്റെ കുറവാത്രലോകെ, പറയാതിരിക്കാൻ വയ്യ. വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചുള്ള എല്ലാം കൂടെ തിരുക്കി കയറ്റി വെച്ചിട്ട് ആ ചെറുക്കനെ ഓരോന്ന് പറഞ്ഞു മോന്തയും പിരിപ്പിച്ച് എന്തൊക്കെയായിരുന്നു പ്രഹസനം. നീ എന്റെ മോൻ തന്നെയാണോടാ? അറിഞ്ഞോടാത്തോണ്ട് ചോദിക്കുക. ഏതായാലും അവന്റെ പിണക്കം മാറ്റിയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുക. പിന്നെ അതെന്റെ മോനാ അവിടെ ഉള്ളത്. എന്തെങ്കിലും പണി കിട്ടിയാൽ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ടേ എന്റെ ചെറുക്കൻ അറിയാം കേട്ടോ. അതാലോചിച്ച് നീ ഇവിടെ ഇരുന്ന് തല പോയിക്കണ്ട. ഓരോന്നാലോചിച്ച് നടന്ന് കുരുട്ട് സ്വപ്നം കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. ഓ എൻ്റെ പൊന്നമ്മ സോറി. ആർക്കായാലും ഒരു അബദ്ധം പറ്റും, എനിക്കും പറ്റി. ഞാനിങ്ങനെ ഓവർത്തിങ്ക് ചെയ്ത് കൂട്ടിയോണ്ടാ. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, സോറി. അവൻ ഭയങ്കര ഹാപ്പി അമ്മ അവിടെ. ഇടയ്ക്കെന്തോ ഇക്കാശി വല്ല വഴക്കോ ചീത്തയൊക്കെ പറഞ്ഞാലായി. അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ പേടിച്ച പോലെ ഒന്നുമില്ല. ഞാനാ ഓരോന്ന് ചിന്തിച്ച് ഞാൻ അമ്മ പറഞ്ഞത് ശരിയാ. ആരുവിനെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ഇത് നേരത്താണാവോ? ഇനിയിപ്പോൾ പറഞ്ഞതൊക്കെ പറഞ്ഞു, ഒന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. പോട്ടെ, എന്നാൽ ശരിയമ്മ, ഞാൻ പോയി കിടക്കട്ടെ. രാവിലെ ഓഫീസിൽ പോകണം. പിന്നെ ആരുവിനോട് ഒന്നുകൂടെ വിശദമായിട്ട് സോറി പറയണം. ബൈ. സോറി പറയുന്ന പറഞ്ഞോണ്ട് ഇവിടുന്ന് പോകുന്നതൊക്കെ കൊള്ളാം. അറ്റ് ലാസ്റ്റ് രണ്ടും കൂടെ തല്ലുകൂടി വീണ്ടും രണ്ടുപേരിക്കാവരുത്. വെറുതെ ആവശ്യമില്ലാണ്ട് ഈ ചെറുക്കൻ ഇത് എന്നെ പണിയെന്നാ തോന്നേ. ഇതിനേക്കാൾ ഭേദോ എന്റെ കൊച്ച്. ആഹാ, അമ്മയുടെ വായിരിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞോ? എന്നാ കിടക്കാം. അല്ല, ഇന്നെനിക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല. സോ വെറുതെ എണീറ്റിരിക്കുന്ന എന്തിനാ? കിടക്കായിരുന്നു. വരുന്നില്ലേ? തൽക്കാലം ഇന്നങ്ങനെ പെട്ടെന്ന് കിടക്കാൻ ഉദ്ദേശമൊന്നും എനിക്കില്ല. കുറച്ചു നേരം നമുക്കൊരു ഗെയിമൊക്കെ കളിച്ചിട്ട് കിടക്കാം. ഗെയിമോ? എന്താണ് മോനെ സകലകലാവല്ലഭന്റെ ഉദ്ദേശം? അല്ല, സാധാരണ ഈ ഗെയിം എന്ന് പറയുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ കുറെ ദിവസം ആയതുകൊണ്ട് തന്നെ അതാണ് ഉദ്ദേശമെങ്കിൽ നടക്കത്തില്ല. ഇന്ന് പുറത്തൊക്കെ പോയി ഞാൻ ഭയങ്കര ടയേർഡാ. അതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ഓ ഐ സി, ആയിക്കോട്ടെ. നമ്മുടെ ഗെയിമുകളൊക്കെ കഴിഞ്ഞ് നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇന്ന് നോ മോർ എക്സ്ക്യൂസസ് മൈ ഡിയർ ഭർത്തു. കാരണം ഇന്ന് ഐ എം സോ ഹാപ്പി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമോനോട് എനിക്കിന്ന് ഫോർമലി ഫിസിക്കലി എല്ലാം സോറി പറയണം. അതുകൊണ്ട് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ, കേട്ടോ? അപ്പൊ നല്ല ഉദ്ദേശം ഒട്ടും ഇല്ലേ? എന്തായാലും എന്നെ ഇന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തുമില്ല അല്ലേ? ആക്ച്വലി ഫിസിക്കലി മെന്റലി ഒക്കെ മോൻ ഈ കളിയെ കുറിച്ച്, ഐ മീൻ ഗെയിമിനെ കുറിച്ച് പറയുന്നതായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിവേ, തീരുമാനിച്ചിറങ്ങിയ ആളോടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അത് ഇക്കാര്യത്തിൽ കുറച്ച് ആക്രാന്തം കൂടുതലല്ലേ? ഫൈൻ.
ശ്ശോ.